ഉണ്ടാക്കാം. ഇനി മിസ് പറയും ഒന്നുകൂടി പറഞ്ഞാൽ സെക്ഷൻ 28 പ്രകാരം ലോ ആൻഡ് ഓർഡർ മിസ് ഇവിടെ വായിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഭേദഗതി ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് മാന്യമായ രീതിയിൽ എന്ത് ജോലി എടുത്ത് സമ്പാദിക്കാം. Income derived by a trade and professional similarly association from specific services perform for its members. എങ്ങനെ ട്രേഡ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും എന്താണ് അതൊരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓഫ് പെർക്യൂസൈഡ്സ് വരുമ്പോൾ വേർഡ് നമുക്കറിയാം. ഒരു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സാലറി സെക്കൻഡ് ഓർ തേർഡിൽ പെർക്യൂസൈഡ്സിന്റെ ഇഷ്ടം പോലെ പോയിന്റ്സ് നമ്മൾ എസ് എ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. മറന്നു പോകരുത്. അപ്പോൾ മിസ് ജസ്റ്റ് ഇവിടെ വേർഡ് കണ്ടപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അത് then any profit of transfer of the duty entered to a passbook of scheme and profit of transfer duty free certificate export and salary bonus commission remuneration received by partner from a firm. ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. പ്രൊവിഷൻ ഓഫ് ലേ ഡൗൺ സെക്ഷൻ 29 അണ്ടർ ഫോളോയിങ് ഇൻകം ഷാൾ ബി ചാർജബിൾ. ഇതൊക്കെ ടാക്സ് ചാർജബിൾ ആണ്. ഓക്കെ, ഈ പറയുന്നതൊക്കെ എന്താണ് 1961 ആക്ട് പ്രകാരം 28 സെക്ഷനിൽ പറയുന്ന ഭേദഗതി പ്രകാരം ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇതൊരു 28 പോയിന്റ്സിന്റെ എസ് ആണ് കേട്ടോ. Then insurance policy and some received carrying of a relation to any business profession, any sum of relatable to cash or kind and destroy, declare the transfer the whole of expenditures of capital ascend, then income from speculative transaction ഒക്കെ എന്താണ് ചാർജബിൾ ടാക്സിൽ ഉൾപ്പെടുന്നതാണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ കാൽക്കുലേറ്റിംഗ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇൻകം. ഓക്കെ, ജനറൽ കാൽക്കുലേറ്റിംഗ് പറയുമ്പോൾ then conditions എന്താണ് necessary condition for income or chargeable under head profit and gain business and provision. ഇൻകം ബി ചാർജബിൾ അണ്ടർ ഹെഡ്. അത് ചാർജബിൾ ആകുമ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സാ വരിക ജസ്റ്റ് നമുക്ക് നോക്കാം. ചാർജബിൾ ആയത് അതായത് പ്രൊഫഷൻ ആൻഡ് ബെനിഫിറ്റിൽ വരുന്നതാണ്. നെസസറി കണ്ടീഷൻ എന്തൊക്കെ നെസസറി കണ്ടീഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് വിഷ്വലൈസ് ചെയ്യാം. അതായത് ചാർട്ട് വെച്ചൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താണ് നെസസറി കണ്ടീഷൻ? മിസ് വായിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ആൻസർ മിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. നെസസറി കണ്ടീഷൻ ഫോർ ഇൻകം ടു ബി ചാർജബിൾ അണ്ടർ ഹെഡ് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള ചാർജബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് എഴുതാൻ പോകുന്നത്. കറക്റ്റ് എന്താണ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ദർ. അവിടെ എന്തുണ്ടാവും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ബിസിനസ് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ബിസിനസ് ഷുഡ് ബി ദർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷൻ ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ് ഓർ പ്രൊഫഷൻ ടു ബി ക്യാരിഡ് ബൈ ഓൺ ആക്സസ് അല്ലേ. ഇറ്റ്സ് ക്യാരിഡ് ബൈ ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റ് ഈ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിക്കുക. ചാർട്ട് ഷുഡ് ബി റെസ്പെക്ട് പ്രീവിയസ് ഇയർ. ഓക്കെ, ഇത് ഈ ചാർട്ട് എന്താണ് ഷുഡ് ബി റെസ്പെക്ട് ഫോർ പ്രീവിയസ് ഇയർ. Business or profession should be carried some during the previous year. Okay, മിസ് അപ്പോൾ ഇതൊക്കെ എന്തിനാ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടാണ് നമ്മളോട് വരച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് പ്രൊഫഷൻ ഷുഡ് ബി ക്യാരിഡ് ഓൺ ഫോർ സം ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതെന്താണ് കണ്ടീഷൻ ഫോർ ചാർജബിൾ ഇൻകം അണ്ടർ പ്രോഫിറ്റബിൾ ഗെയിൻസ് ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതിനെന്താ നമ്മൾ പറയുക PGBP. എന്താ പറയുന്നത് PGBP. എന്താണ് P ഫോർ പ്രോഫിറ്റ്, G ഫോർ ഗെയിൻസ്, B ഫോർ ബിസിനസ്, P ഫോർ പ്രൊഫഷൻ. മറന്നുപോവല്ലേ. PGBP എന്താണെന്ന് വെച്ചാൽ മിസ് പറഞ്ഞ പോലെ ഒന്ന് ഓർത്തെടുക്കുക, മറന്നു പോകരുത്. ഓക്കെ,
പ്രോഫിറ്റ്, ഗെയിൻസ് ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, മറന്നു പോകരുത്. മിസ് ലാസ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. നെക്സ്റ്റ്, ബിസിനസ് ലോസ്. എന്താണ് ബിസിനസ് ലോസ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ലോസ് ആണ്, നഷ്ടമാണ്, ബിസിനസ് നഷ്ടം. ലോസ് എങ്ങനെയാ വരിക? എ ട്രേഡിംഗ് ലോസ് ഈസ് ഡിഡക്റ്റബിൾ കമ്പ്യൂട്ടിംഗ് ദ പ്രോഫിറ്റ് ഏൺ ബൈ ബിസിനസ് ഓഫ് ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. എന്താണ് കണ്ടീഷൻ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ട്രേഡിംഗ് ലോസ്? എഡ്യൂക്കേഷണൽ ഡിഡക്ഷൻ ആണ്, മാറിപ്പോയി. കണ്ടീഷൻ ഫോർ ഡിഡക്ഷൻ ഓഫ് ട്രേഡിംഗ് ലോസ് എന്താണ്? ട്രേഡിംഗ് ലോസ് കറക്റ്റ് കൊടുത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? കണ്ടീഷൻസ് നോ പ്രൊഹിബിഷൻ ദ ആക്ട് അഗെയിൻസ്റ്റ് ഡിഡക്റ്റബിലിറ്റി അബൌട്ട് ലോസ്. അത് വലിയൊരു ചാർട്ടാണ്. മിസ്സിന് ഇത് വരയ്ക്കാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ മിസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ചാർട്ടും കൂടി വരയ്ക്കാം നമുക്ക് കേട്ടോ. കാരണം ബിസിനസ് ലോസ് വരുന്നതാണ്. PGBD മിസ് കൺക്ലൂഷൻ സമയത്ത് ഒന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നോക്ക്, പ്രൊഫഷൻ, അതായത് കണ്ടീഷൻ ഫോർ എന്താണെന്ന് മനസ്സിലാവേണ്ടത്. എന്താ കണ്ടീഷൻ ഫോർ ഡിഡക്ഷൻ ഓഫ് ട്രേഡിംഗ് ലോസ്. ഡിഡക്ഷൻ ഫോർ ട്രേഡിംഗ് ലോസ്. അപ്പോൾ ജസ്റ്റ് ഇത് വരുന്നത് ചാർട്ട്. മിസ് ജസ്റ്റ് ആ ചാർട്ട് ഒന്ന് ഇവിടെ വരയ്ക്കുകയാണ്. അതായത് കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ ഈ ഒരു സെക്ഷൻ 28 പേജ് 28 ഉണ്ട്, കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചാർട്ട്. അത് നിങ്ങൾ നോക്കുക. മിസ് ജസ്റ്റ് ഇത് പറഞ്ഞത് എന്തൊക്കെയാണ് കണ്ടീഷൻ. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കണ്ടീഷൻ ഫോർ ഡിഡക്ഷൻ ഫോർ ട്രേഡിംഗ് ലോസ് ആണ്. നമുക്ക് വ്യാപാര നഷ്ടം അല്ലെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞത് പ്രോഫിറ്റ് ആണ്, ഇപ്പം പറഞ്ഞത് അതിൻ്റെ കണ്ടീഷൻസ്, എങ്ങനെ ലോസ് വരുന്നുള്ള കണ്ടീഷൻസ് ആണ്. ഒന്ന് എന്താ പറയുന്നത്, എഗെയിൻസ്റ്റ് ഡിഡക്ഷബിലിറ്റി അബൌട്ട് ലോസ്, നോ പ്രൊഹിബിഷൻ. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തതാണ്, മിസ് ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. നോ പ്രൊഹിബിഷനിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താ, റിയൽ ലോസ്, നോട്ട് നാഷണൽ വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് കൊടുത്തത് ആക്ച്വലി ബീൻ നോട്ട് മിയർ ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ആകുമ്പോൾ എന്തുണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും, ലോസും ഉണ്ടാവും. രണ്ട് ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് PGBP. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും PGBP ഞാൻ എഴുതുന്നില്ല എന്ന് കാണുമ്പോൾ എക്സാമിന്, അപ്പോൾ എഴുതണം, സുഖമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്താ, P for പ്രൊവിഷൻ, G for gains, B for business and P for പ്രൊവിഷൻ. ഓക്കെ, അപ്പം ആ പ്രോഫിറ്റ് ഫസ്റ്റിലെ P പ്രോഫിറ്റ്, ലാസ്റ്റിലെ P പ്രൊവിഷൻ. അത് നമ്മുടെ ഹെഡിങ് തന്നെയാണ്, അത് മറന്നുകൊണ്ടാ. സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കണ്ട് ആദ്യം അതൊന്നും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. കറക്റ്റ് പറഞ്ഞ പോലെ ചാർട്ടൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.